വീളാഭരിതയായി വീണ്ടുമൊരു പുലർവേള കണ്ടിയുണർന്നു. ഗുഡ് മോർണിംഗ് ACVയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് ACVയിലൂടെ പാലക്കാട്ടെ പ്രമുഖ വ്യക്തികൾക്കൊപ്പം നമുക്ക് സുപ്രഭാതത്തിലേക്ക് ഉണരാം. തീർച്ചയായും പരിചയപ്പെടേണ്ടവരെ ഇനിയുടെ കണ്ടുമുട്ടാം. മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പിറന്നാൾ, വിവാഹം, വിവാഹ വാർഷികം പോലുള്ള എല്ലാ ആഘോഷങ്ങൾക്കും ആശംസകൾ നേരാം. പാലക്കാട്ടെ പ്രമുഖ പത്രാധിപനും മലയാള മനോരമയുടെ റെസിഡന്റ് എഡിറ്ററും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായ ശ്രീ ജോയ് ശാസ്താംപടിക്കലാണ് ഗുഡ് മോർണിംഗ് ACVയുടെ ഇന്നത്തെ അതിഥി. അനുഭവസമ്പന്നമായ ജീവിതത്തിനുടമയായ ശ്രീ ശാസ്താംപടിക്കൽ സാർമുത്ത് നമുക്ക് ഈ ദിനം ആരംഭിക്കാം. ഗുഡ് മോർണിംഗ് ACVയിലേക്ക് സ്വാഗതം. മുതിർന്ന പത്രപ്രവർത്തനാണല്ലോ താങ്കൾ. താങ്കളുടെ തുടക്കം എങ്ങനെയായിരുന്നെന്ന് പറയാമോ? ഞാൻ വാസ്തവത്തിൽ രാഷ്ട്രീയ രംഗത്ത് നിന്നാണ് പത്രപ്രവർത്തന രംഗത്തേക്ക് വന്നത്. നന്നേ ചെറുത്തിൽ തന്നെ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും പിന്നീട് യുവജന പ്രസ്ഥാനത്തിലും പങ്കെടുത്തു. നിരവധി രാഷ്ട്രീയ സമരങ്ങളിൽ പങ്കെടുത്ത് അറസ്റ്റ് വെച്ചിട്ടുണ്ട്. സാമാന്യ മോശമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രാസംഗികനായിരുന്നു. അതിനുശേഷം എനിക്ക് പറ്റിയതല്ല രാഷ്ട്രീയമെന്ന് അരനൂറ്റാണ്ട് മുമ്പ് തന്നെ എനിക്ക് തോന്നി തുടങ്ങി. കാരണം രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ആവണമെങ്കിൽ ആരെങ്കിലും ചവിട്ടി വീഴ്ത്തിയിട്ട് വേണം അവൻ, അല്ലെങ്കിൽ നല്ലോണം പണം വേണം. അതൊന്നുമില്ലാത്ത എനിക്ക് രാഷ്ട്രീയത്തിൽ വലിയ ഭാവിയില്ലെന്ന് തോന്നി. അങ്ങനെ ലേഖനമെഴുത്തും കഥയെഴുത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പത്രപ്രവർത്തനത്തിലേക്ക് വന്നത്. 47 കൊല്ലം മുമ്പ് 1960 തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയിരുന്ന, ഇപ്പോഴും പത്രമുണ്ട്, ടെലഗ്രാഫ് എന്ന സായാഹ്ന പത്രത്തിൽ ഒരു സഹപത്രകരായിട്ടാണ് ഞാൻ ജീവിതം ആരംഭിച്ചത്. അന്നത്തെ എൻ്റെ ശമ്പളം മാസത്തിൽ 50 രൂപയായിരുന്നു. സാറിന്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തൊക്കെയാണ്? മറക്കാനാവാത്ത 2 അനുഭവം വാസ്തവം പറഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെട്ട 2 സ്കൂപ്പുകളാണ്. അതായത് നായനാർ മന്ത്രിസഭയിൽ വനം മന്ത്രിയായി ശ്രീ MP വീരേന്ദ്രകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ വല്ലാത്ത ഗ്രൂപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ എതിരാളി പരേതനായ മുൻമന്ത്രി ശ്രീ PR കുറുപ്പായിരുന്നു. കുറുപ്പ് ചേട്ടനും ഞാനും തമ്മിൽ വളരെ വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. പണ്ട് പാലക്കാട് ഞാൻ ലേഖനായിരുന്ന കാലം തൊട്ട്. അപ്പോൾ കുറുപ്പ് ചേട്ടൻ ഈ പാർട്ടിയിലെ ഭൂരിപക്ഷം ആളുകളെ കൊണ്ട് എഴുതി വാങ്ങി വീരേന്ദ്രകുമാറിനെ പുറത്താക്കണം എന്നുള്ള രീതിയിൽ. സത്യപ്രതിജ്ഞ രാജ്ഭവനിലായിരുന്നു. റിപ്പോർട്ട് ചെയ്യാൻ ഞാനേ പോയത്. അത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ കുറിപ്പായിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, തനിക്കൊരു സ്കൂപ്പ് തരാം. എന്ത് ചോദിച്ചു? ഇവൻ 2 ദിവസം രാജിക്കും, ഇയാൾ 2 ദിവസം രാജിക്കും. ഞാൻ പറഞ്ഞു ഇത് വിട്ടിത്താ പറഞ്ഞു. അപ്പോൾ കടലാസ് എടുത്ത് കാണിച്ചു മഹാഭൂരിപക്ഷം MLA വരെ വിട്ടിരിക്കുക. അപ്പോൾ ഭയങ്കര സ്കൂപ്പാണ്. ഞാൻ ഭയങ്കര സന്തുഷ്ടനായി. ഞാൻ എൻ്റെ ചീഫ് എന്ന് ശ്രീ KR ചുമാർ അദ്ദേഹത്തിന് പറഞ്ഞ് ഗംഭീരമായ വാർത്ത കിട്ടിയിട്ടുണ്ട്. അതായത് വീരേന്ദ്രകുമാർ 2 ദിവസം മന്ത്രിയാവുള്ളൂ. അപ്പോൾ പുള്ളി ചിരിച്ചു, വളരെ പരിചയസമ്പന്നൻ. ചിരിച്ചിട്ട് പറഞ്ഞു, തൽക്കാലം അത് കൊടുക്കണ്ട. അത് കൊടുത്താലുള്ള സംഭവം എന്താ വെച്ചാൽ മനോരമയത് വന്നാൽ അത് മാതൃഭൂമിയോടുള്ള വിരോധം കൊണ്ട് നുണ എഴുതണമെന്ന് ധരിക്കും. 1. 2, LDF മനോരമയുടെ ഈ വാർത്ത കണ്ടാൽ മനോരമ നുണ എന്ന് പറഞ്ഞ് ഇപ്പം പുറത്താക്കില്ല, 4 മാസം കണ്ട് പുറത്താക്കുള്ളൂ. അതുകൊണ്ട് താനത് കൊടുക്കണ്ട. എനിക്ക് അതിഭയങ്കരമായ ദുഃഖമായിരുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ വീണ് കിട്ടിയ സംഭവം. വാസ്തവത്തിൽ ആർക്കും കിട്ടിയില്ല വാർത്ത. വീരൻ 2 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അവസാനത്തെ ഉത്തരവ് വനത്തിൽ നിന്ന് ഒരു മരം മുറിക്കരുത്, ആദ്യത്തെ ഉത്തരവ് അവസാനത്തെ ഉത്തരവ് എന്നെഴുതി പുള്ളി പോയി. പിന്നെ 2ാമത്തെ സ്കൂപ്പ് നഷ്ടപ്പെട്ടത് ശ്രീ MV രാഘവനെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനമായപ്പോൾ എനിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഉന്നതനായ ഒരു നേതാവിൽ നിന്ന്, പേര് പറയാൻ പാടില്ലല്ലോ, നേതാവിൽ നിന്ന് ഈ വിവരം കിട്ടി.
ഞാൻ അങ്ങനെ തന്നെ അതുപോലെ സന്തോഷിച്ചു. എം വി രാഘവനെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. മലബാറിലെ ഇന്നത്തെ വിജയനെയും കോടിയേയും ഒക്കെ വളർത്തിക്കൊണ്ടുവന്ന അസാമാന്യ കഴിവുകളുള്ള ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ലീഡ് സ്റ്റോറിയാണ്, സംശയമില്ല 8 ഓളം. അപ്പൊ ജോലി ശാസ്ത്രം പഠിക്കുന്ന കയ്യിൽ വരും. അങ്ങനെ ഞാൻ സ്വപ്നങ്ങളൊക്കെ കണ്ട് വന്നു. ചുമ്മാ ഏട്ടനോട് പറഞ്ഞു, പഴയ മറുപടി അത് വേണ്ട, സംഭവമൊക്കെ ശരിയാവും, താൻ കൊടുത്താൽ ഈ കൊല്ലം പുറത്താക്കില്ല. അപ്പൊ നമ്മളുടെ ക്രെഡിബിലിറ്റി പോവും, അത് നുണയെന്ന് പറയും. അതുകൊണ്ട് തൽക്കാലം താൻ ദുഃഖിച്ചിരിക്കുക. ഞാൻ ദുഃഖിച്ചിരുന്നു. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൽ ശ്രീ ഗോവിന്ദൻകുട്ടിയുടെ ഒരു ബൈലൈനിൽ ആ സ്റ്റോറി വന്നു. ഈ 2 നഷ്ടം എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത നഷ്ടങ്ങളാണെങ്കിലും ചുമ്മാരായിട്ടാണ് ഉപദേശിച്ചതൊക്കെ ശരിയാണെന്ന് ഇപ്പോൾ ഒരു യൂണിറ്റിന്റെ ചുമതല വയ്ക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങൊരു ലേഖകന്റെ ആവേശമായിരുന്നു. ഇപ്പൊ പക്വതയായ ഒരു കാരണവരുടെ പക്വത ഉള്ളതുകൊണ്ട് അതൊക്കെ വളരെ ശരിയായിരുന്നു. എൻ്റെ നന്മയ്ക്കും പത്രത്തിന്റെ ക്രെഡിബിലിറ്റിക്കും വേണ്ടിയാണ് അദ്ദേഹം അതൊക്കെ പറഞ്ഞത്. ഏതൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് സാറിന് അടുപ്പമുണ്ട്? ഒരുമാതിരി പത്രപ്രവർത്തകർക്കൊന്നും ലഭിക്കാത്തൊരു ആനുകൂല്യമാണെന്ന് എൻ്റെ വിചാരം. അതായത് തിരുവച്ചി മുഖ്യമന്ത്രിയായിരുന്ന പട്ടനാണപ്പിള്ള, പിന്നീട് അദ്ദേഹം കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രിയായി. തിരുവച്ചി മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന പനമ്പള്ളി ഗോവിന്ദമേനോൻ, EMS നമ്പൂരിപ്പാട്, AKG, R ശങ്കർ, PT ചാക്കോ, CH മേനോൻ, MN ഗോവിന്ദൻ നായർ തുടങ്ങി ഒരുപാട് രാഷ്ട്രീയ, PK വാസുദേവൻ നായർ, അഴീക്കോടൻ രാഘവൻ, അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടാക്കി എനിക്ക് കഴിഞ്ഞു. ഞാനിപ്പോൾ അഹങ്കരിക്കുകയല്ല, വിനയത്തോട് തന്നെ പറയട്ടെ, അധികം കഴിയാത്ത ഒന്നാണ്. അതെനിക്ക് വലിയ അത്ഭുതം തോന്നുന്നത് എന്താ വെച്ചാൽ, ഞാനൊരു കോൺഗ്രസ് മനസ്സുള്ള ആളാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തനമൊന്നുമില്ല, ഈ മുണ്ട് ഷർട്ട് മാത്രമേ ഉള്ളൂ ഖാദി. പക്ഷേ അതൊക്കെ അറിയുമ്പോഴേക്ക് എല്ലാവർക്കും CH കണാരൻ ഇവരെ എല്ലാവർക്കും ഇത് അറിയും. പക്ഷേ ഇപ്പൊ K ശങ്കരനാരായണൻ, ഇങ്ങനെ ഒരുപാട് VS അച്യുതാനന്ദൻ, അവർക്കൊക്കെ അറിയാം. എൻ്റെ നായനാർ മനസ്സിന് രാഷ്ട്രീയം അറിയാം. പക്ഷേ അവർക്കൊക്കെ എന്നോട് വലിയ സ്നേഹവും വിശ്വാസമായിരുന്നു. ഞാൻ കാണുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇവർ പല ആളിലും ഓഫ് ദി റെക്കോർഡ് എന്ന് പറഞ്ഞ് കൊടുക്കരുതെന്ന് പറയും. നമ്മുടെ പല പത്രപ്രവർത്തകർ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അതേ കൊടുക്കൂ. ഞാൻ എൻ്റെ ഈ ദീർഘകാല പത്രപ്രവർത്തക ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശസ്തിക്കോ പത്രത്തിൻ്റെ പ്രശസ്തിക്കോ വേണ്ടി ഞാൻ കൊടുത്തിട്ടില്ല, ഇന്നുവരെ കൊടുത്തിട്ടില്ല. ആ ഒരു സത്യസന്ധത, വിശ്വസ്തത പുലർത്തുന്നു എന്ന് അവർക്ക് തോന്നിയതുകൊണ്ടാണ്. AKG EMS ഒക്കെ എത്രയോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ KM മാണി പോലുള്ള ആളുകളൊക്കെ. പക്ഷേ കൊടുക്കേണ്ടത് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ, അവരെ ദ്രോഹിക്കുന്നതില്ല. അതുകൊണ്ട് എൻ്റെ ഒരു വാർത്തയും ഇന്നേ വരെ നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്ന് വളരെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും. അങ്ങനെ ഒരു ഭാഗ്യം വാസ്തവത്തിൽ അധികം പേർക്കുണ്ടായിട്ടില്ല. K കരുണാകരൻ എപ്പോഴും എന്നെ വിളിക്കും, ആന്നി വയലാറും എപ്പോഴും മിക്കവാറും വിളിക്കും, ഷൺമുഖദാസായാലും കടന്നപ്പള്ളി രാമനായാലും എന്നെ ഇഷ്ടമാണ്. അതുപോലെ CPIയുടെയും മാർക്സിസ്റ്റുമായിട്ടും ഒക്കെ നേതാക്കന്മാർക്കൊക്കെ, അത് രാജേട്ടൻ തുടങ്ങിയുള്ള ആളുകൾക്ക്. അതാണ് എൻ്റെ ജീവിതത്തിൽ വസ്തു ഞാൻ നേടിയത്, മറ്റൊന്നും നേടിയില്ലെങ്കിൽ ഈ ബന്ധം. ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണല്ലോ താങ്കൾ. ഇതൊക്കെ കൂടി ഒരു പുസ്തകമാക്കാൻ ഉദ്ദേശമുണ്ടോ? ഇപ്പൊ എൻ്റെ ഒരു പുസ്തകം അടുത്ത് വരുന്നുണ്ട്. അത് 15 രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള എൻ്റെ അനുഭവമാണ്. അത് മറ്റു കാര്യങ്ങളൊന്നുമല്ല. അത് വരുന്നുണ്ട്. അതിൽ 1-2 തമാശ പറയാം. അച്യുതനും മുഖ്യമന്ത്രി സ്ഥാനത്ത് പോകുന്നതിന് ശേഷം ജ്യോതിബാസു പ്രസംഗിക്കുകയാണ് വിദ്യാർത്ഥി കോർണർ തൃശ്ശൂരത്തെ. ഞാൻ ജ്യോതിബാസിന്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് തൃശ്ശൂരിൽ എങ്ങനെയൊക്കെയാണ് അവിടെ ഓടാണ് കൊടുക്കാൻ വേണ്ടി. ടെലിപ്രിന്റർ സിസ്റ്റമൊന്നുമില്ല. അപ്പോൾ ഒരു കുട ഇങ്ങനെ കുത്തിയിട്ട് നെഹ്റു മണ്ഡപത്തിന്റെ അടുത്ത് ഒരാൾ പ്രസംഗം നോക്കി അച്യുതൻ. ഭയങ്കര അസാധാരണ അച്യുതനാണ് ഈ സ്റ്റേജിൽ പോയിരിക്കാൻ, എന്തുവേണം ചെയ്യാം. അദ്ദേഹത്തിന് വിനയവും മര്യാദയും. ഞാൻ അടുത്തിരുന്നിട്ട് വളരെ അടുപ്പുണ്ട്, എന്തെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ദേഷ്യം വന്നു, ശുണ്ടി എടുത്ത് പറഞ്ഞു, ഇനി താൻ നാളെ പോയിട്ട് എഴുതിക്കോ, ഞാൻ ജ്യോതിബാസിനെ ബഹിഷ്കരിച്ചിരുന്നു. ഞാനെഴുതുന്നില്ല പറഞ്ഞു. പുസ്തകം മിക്കവാറും ജനുവരി അവസാനം വരും. തൃശ്ശൂരത്തെ ഒരു പ്രസാദകരാണ് 15 നേതാക്കന്മാരെ കുറിച്ച്. അതാണ് എൻ്റെ മുതൽക്കൂട്ട് വാസ്തവത്തിൽ. മുൻ മന്ത്രി PT ചാക്കോയുടെ രാജി കാരണമായ സംഭവത്തിൽ ദൃക്സാക്ഷിയായ വ്യക്തിയാണ് താങ്കൾ. അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അന്ന് ഞാൻ തൊഴിലാളി പത്രത്തിൽ ജോലി ചെയ്യാം. പക്ഷേ ആ സമയത്ത് ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയാണ്.
അവിടെ കട്ടവണ്ടിയിൽ കാറിടിച്ചിട്ട് റോസി എന്ന് പറഞ്ഞ പള്ളിയിൽ പോണ ആളും ഒരു വേലായി ആസ്പത്രിയിൽ ചാക്കോച്ച കാറ് നിർത്താതെ പോന്നു. കാറിൽ നിന്ന് വെള്ളം ഇതായിട്ട് മുല്ലേക്കൽ ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ഗേറ്റിൻ്റെ അടുത്ത് വെച്ച് വണ്ടി. അപ്പോൾ പുള്ളിക്ക് അറിയാം എന്നെ പരിചയമുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രവർത്തകർ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ടല്ലോ അവിടെ ഒന്ന് വിളിച്ചുകൊണ്ടുപോകാൻ പറയും. ഞാൻ ഓടി വരുമ്പോൾ പുള്ളി വേറെ ദുഃഖിതനായിട്ട് നിൽക്കുകയാണ്. ഒരു സിഗരറ്റിനെ പിടിച്ച് എന്നോട് പറഞ്ഞു ഒരു ടാക്സി വിളിച്ചുകൊണ്ടുപോകുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാറിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകയുണ്ട്, അവരെ കൊണ്ടുവിടണം ഷൊർണൂർക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കാറൊക്കെ അടിച്ചുകൊണ്ട് വന്നു. അത് വാസ്തവ ചരിത്രത്തിൻ്റെ അവിടുത്തെ പറ്റി അതിൻ്റെ പശ്ചാത്തലത്തെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, ധാരാളം നമുക്ക് അറിയുന്നതാണ്. അതിൻ്റെ പരമായിട്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം പോയി. അവസാനം അദ്ദേഹത്തിന് വളരെ ദയനീയമായിട്ട് അദ്ദേഹം മരിക്കുകയൊക്കെ ചെയ്തു. ഈ കേരളത്തിൽ 5 10 തവണ മുഖ്യമന്ത്രിയാവാൻ കഴിവുള്ള സത്യസന്ധനായ ആളായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ അതും എനിക്ക് കാണാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ള അങ്ങനെ കുറേ അനുഭവങ്ങൾ EMSന്റെ കൂടെ പോയിട്ടുള്ള പല അനുഭവങ്ങളും അങ്ങനെ ധാരാളം അനുഭവങ്ങളുണ്ട്. ദീർഘകാലമായി പാലക്കാട് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് പഴയ പാലക്കാടും ഇപ്പോഴത്തെ പാലക്കാടും നമ്മളൊന്ന് താരതമ്യപ്പെടുത്താം. ഇപ്പൊ പാലക്കാടനെ ജന്മം കൊണ്ട് പാലക്കാട്ടുകാരനല്ല, കർമ്മം കൊണ്ട് പാലക്കാട്ടുകാരൻ. ഞാൻ പാലക്കാട്ടുകാരനാണ് വസ്തുതയിൽ. തൃശ്ശൂർ പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം പാലക്കാടാണ്. ഞാനിവിടെ ഇപ്പോൾ പാലക്കാട് 67 നിങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. ടൗൺ ഹാളില്ല, കളക്ട്രേറ്റ് ഇല്ല. കോട്ടയ്ക്കകത്താണ് കളക്ട്രേറ്റ്, ആ ജയിലൊക്കെ അതിൻ്റെ അകത്താണ് കളക്ട്രേറ്റ്. അത് കഷ്ടി കോടതിയില്ലായിട്ടുണ്ട്. പിന്നെ കല്യാണ മണ്ഡപങ്ങൾ 2 എണ്ണം, ഒന്ന് വാസവി കല്യാണ മണ്ഡപം, ഒന്ന് നൂറണി കല്യാണ മണ്ഡപം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ചേർന്നത് അവിടെയാണ് 68 ഇവിടെ നൂറണിയിലെ കല്യാണം ഉണ്ടാവും. സുന്ദരയ്യ, ബസവനയ്യ, BTR, EMS, AKJ പങ്കെടുത്ത നൂറിലെ കല്യാണം അവിടെ നിങ്ങൾ കണ്ടറിയാം. അവിടെയാണ്. കാരണം ഹോളില്ല. അവിടെ വെച്ചാണ് മലപ്പുറം ജില്ല രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷം ആണ് ഈ ടൗൺ ഹോളും മറ്റ് മണ്ഡപങ്ങളും ഒക്കെ വന്നത്. പിന്നെ പാലക്കാട് വന്ന മാറ്റം വളരെ ഇതായിട്ടുള്ള മാറ്റമാണ്. അന്നത്തെ പാലക്കാട് ഇന്നത്തെ പാലക്കാട് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പക്ഷെ പാലക്കാട് ജനത്തെ സംബന്ധിച്ച് പാലക്കാട് ആളുകൾ, ഞാൻ തൃശ്ശൂർക്കാരാണ്, ഞാൻ തിരുവനന്തപുരത്ത് കോഴിക്കോട്ടെ ജോലി ചെയ്യുമെങ്കിലും വളരെ നല്ല മനുഷ്യരാണ്. അവർക്ക് പകയോ കാലുവാരലോ ഒന്നുമില്ല. പക്ഷെ പ്രതികരണശേഷി വളരെ കുറവാണ്. തൃശ്ശൂർ ആണെങ്കിൽ ഇലക്ട്രിസിറ്റി നിന്നാൽ കയറി ഇലക്ട്രിസിറ്റി ആവശ്യം പോയി തല്ലും. ഇവിടെ ഇലക്ട്രിസിറ്റി വെള്ളമൊക്കെ ഇല്ലാണ്ടായ പൂജ നടത്തും. ആ ഒരു വ്യത്യാസമുണ്ട് പ്രതികരണശേഷിയുടെ കാര്യത്തിൽ പാലക്കാട്. പക്ഷെ അവർ നിഷ്കളങ്കരാണ്. അടിസ്ഥാനപരമായി കൃഷിവാലന്മാരാണ്. ഇതൊരു നഗരമൊന്നുമല്ല വാസ്തവത്തിൽ. കുറ്റിപ്പുഴ പാടിയതുപോലെ നാട്യപ്രധാന നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ഇതും പാലക്കാട് ഒരു നാട്ടിൻപുറത്തിന്റെ നൈർമല്യവും നിഷ്കളങ്കതയുണ്ട്. അതുകൊണ്ട് ഞാൻ പാലക്കാട്ടുകാരൻ എന്ന് പറയുന്നത് വളരെയേറെ അഭിമാനമാണ്. പത്രപ്രവർത്തനത്തിന്റെ മാറിയ മുഖത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? വലിയ മാറ്റമാണ്. ഞാൻ ഈ പത്രപ്രവർത്തനം തുടങ്ങുമ്പോൾ അന്ന് അച്ച് നിരത്തിയിട്ടാണ് പത്രം. അപ്പോൾ അച്ചുകൂടം എന്നാണ് പ്രശ്നം പറയാം. ഇന്ന് അക്ഷരമില്ല, അച്ചുമില്ല, വ്യത്യാസം വന്നില്ല ഇതിന്. അതുപോലെ തന്നെ ആ കാലത്ത് തൂലിയ തൊഴിലാളികൾ എന്നാണ് പിന്നീട് പത്രക്കാരെ പറഞ്ഞിരുന്നത്, ആക്ഷേപിച്ചിരുന്നത്. പേന ഒന്നുകാർ. ഇപ്പം എൻ്റെ ഓഫീസിൽ പേന ഉപയോഗിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. എഴുതാനല്ല, ഒപ്പിടാനാണ്. എല്ലാം യന്ത്രവൽക്കരിക്കപ്പെട്ടില്ലേ. അത് വലിയ മാറ്റമാണ്. ആളുകളുടെ മാറ്റമാണ്. ഞാനൊക്കെ എന്നെപ്പോലുള്ള ആളുകൾ, ശ്രീ ചുമ്മാ തുടങ്ങിയ ആളുകളൊക്കെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നിന്നാണ് പത്രപ്രവർത്തന രംഗത്ത് വന്നത്. പഴയ തലമുറ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ MA ഒക്കെ പാസ്സായി, അത് കഴിഞ്ഞിട്ട് ജേർണലിസം പാസ്സായി, വളരെ പരിചയസമ്പന്നമായിട്ട് പരിശീലനമൊക്കെ നേടിയിട്ടാണ് പത്രരംഗത്ത് വരുന്നത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് 50 രൂപ കിട്ടിയിരുന്നത്. ഇന്നൊരു ട്രെയിനിക്ക് കിട്ടുന്നത് 15,000 17,000 രൂപയാണ്. ചിന്താഗതിയിൽ വ്യത്യാസം വന്നു. ഞങ്ങളുടെയൊക്കെ കാലത്ത് എങ്ങനെ വെച്ചാൽ ഒരു കാര്യം കേട്ടാൽ ഇപ്പോഴും അപൂർവങ്ങൾ അങ്ങനെയുണ്ട്, വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യും. പിന്നെ മറ്റുള്ളവരെ ശരിപ്പെടുത്തുന്ന വാർത്തകൾ വളരെ കുറവായിട്ട് ഉള്ളപ്പോൾ ഇന്ന് പല ചെറുപ്പക്കാരും, എല്ലാവരും ഞാൻ പറയല്ല, അവർക്ക് അങ്ങനെയൊന്നുമില്ല. അന്ന് ഒരു അർപ്പണബോധമുണ്ടായിരുന്നു. ഇന്നത്തെ പുതിയ തലമുറയിൽ കുറെ ആൾക്കൊക്കെ ഉണ്ട്, പക്ഷെ നല്ലൊരു വിഭാഗം ആൾക്ക് അർപ്പണബോധമില്ല. അവരൊരു ജോലിയായിട്ടാണ് കാണുന്നത്. നമ്മളൊക്കെ വന്ന കാലത്ത് അതൊരു സേവനമായിട്ടാണ്, പ്രൊഫഷണൽ ജോലി എന്നുള്ളതല്ല, ഒരു സേവനം, ഒരു ആവേശമാണ്. ഇന്നതല്ല, സാധാരണ ജോലി എന്ന വഴിയൊക്കെ ചെയ്യുന്നു. അതുപോലെ അപേക്ഷ അയക്കുന്നത് തന്നെ PSCക്ക് അയക്കും, മാതൃഭൂമിക്ക് അയക്കും, മനോരമയ്ക്ക് അയക്കും, ദേശാഭിമാനിക്ക് അയക്കും, വേറെ ബാങ്കുകൾക്ക് അയക്കും. അപ്പൊ ഏറെ വന്നേച്ചാൽ അതങ്ങാവും എന്നുള്ള നിലയിലും കൂടിയുള്ള മാറിയിട്ടുണ്ട്. അപ്പൊ മാനസികമായും വ്യത്യാസം വന്നു, ഭൗതിക സാഹചര്യങ്ങളിലും വ്യത്യാസം വന്നു, ശാസ്ത്രീയ സങ്കേതങ്ങളിലും വ്യത്യാസം വന്നു. ഇത്ര നേരം സാറിന്റെ പത്രപ്രവർത്തന ജീവിതത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി സാറിന്റെ കുടുംബത്തെ കുറിച്ച് പറയാമോ?
എൻ്റെ ഭാര്യ മേരി 2.5 കൊല്ലം മുമ്പ് എന്നെ വിട്ടുപോയി. ആ ദുഃഖം ഇപ്പോഴെനിക്കുണ്ട്. ആ സമയത്ത് 2 മക്കളാണ്. മകൾ സ്മിത, മകൻ സുമേഷ്. മകള് ധനലക്ഷ്മി ബാങ്കിൽ കൊടുതിരപ്പള്ളിയിൽ ജോലി ചെയ്യുന്നു. അവളാണ് ഇപ്പം എന്നെ സംരക്ഷിക്കുന്നത്. അവളുടെ ഭർത്താവ് കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിലാണ്, സാജു. എൻ്റെ മകൻ ബഹ്റിനിലാണ്, സുമേഷ്. അദ്ദേഹം വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് പാസ്സായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീണ അവിടെ ബാങ്കിൽ ജോലി ചെയ്യുന്നു. വീണ ബ്രാഹ്മൺ യുവതിയാണ്. ഞാൻ മതവും ജാതിയും നോക്കിയില്ല. അവർ വളരെ ചെറുപ്പത്തിലെ അടുപ്പായിരുന്നു. വിവരം പറഞ്ഞപ്പോൾ രജിസ്റ്റർ ചെയ്ത് ഞാൻ നടത്തി കൊടുത്തു. അവർ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അവർക്കൊരു ആൺകുട്ടിയെ പിറന്നു. എൻ്റെ മകൾക്കൊരു മകനുണ്ട്, നിഖില് ഭാരത് മാതയിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത്രയും നേരം ഗുഡ് മോർണിംഗ് ACVയുമായി സാറിന്റെ വിലപ്പെട്ട നിമിഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി.